ഹായ് ഓൾ, ഇത് ആക്ച്വലി നമ്മളെ ഫസ്റ്റ് വീഡിയോ ആണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. നമ്മളിന്ന് പോകാൻ പോണത് ഷാർജയിലെ സവയ വാക്കിലാണ്. ഇതിപ്പോൾ റീസെൻ്റായിട്ട് ഇവിടെ ആരംഭിച്ചിട്ടുള്ളൊരു സംഭവമാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ റെയിനാണ് ഇവിടെ. അതായത് ഒരു ഒറിജിനൽ റെയിൻ്റെ ഫീല് തരുന്ന ഒരു ആർട്ടിഫിഷ്യൽ റെയിന്. അപ്പോൾ നമ്മൾ എന്തായാലും അതൊന്ന് നേരിട്ട് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്കും നമ്മൾ കാണുന്ന കാഴ്ചകളെല്ലാം കാണിച്ചു തരാം. ഞങ്ങളങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് മെല്ലെ നടക്കുകയാണ്. നമുക്ക് ഈ പാർക്കിൻ്റെ ഫ്രണ്ട് സൈഡിൽ അധികം പാർക്കിംഗ് സ്ലോട്ട്സുകൾ അവൈലബിൾ അല്ല. പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരുപാട് പാർക്കിംഗ് സ്ലോട്ട്സ് ഉണ്ട്. പിന്നെ വണ്ടി പാർക്കിംഗ് ഫീ ഇല്ല, ഫ്രീ ആണ്. ഇതാണ് ഇവിടുത്തെ റെയിൻ ഷോയുടെ ടൈമിങ്. മോർണിംഗ് 9 മണി തൊട്ടിട്ട് ഉച്ചയ്ക്ക് 12 മണി വരെയും പിന്നെ ഈവനിങ് 5 മണി തൊട്ടിട്ട് രാത്രി 9 മണി വരെയാണ്. നമ്മൾ ആക്ച്വലി ഗൂഗിളിൽ ടൈം നോക്കിയിട്ടാണ് വന്നത്, പക്ഷെ ആ ടൈം കറക്റ്റ് അല്ല. ഇതാണ് കറക്റ്റായിട്ടുള്ള ടൈം. ഞങ്ങളിവിടെ എത്തിയത് 8 മണിക്കാണ്. അപ്പോൾ 8 മണിയുടെ ഷോ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ 1 ഹവറിലും ഷോ ഉണ്ടാവും. അത് 5 മിനിറ്റാണ് ഒരു ഷോയുടെ ഡ്യൂറേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും 9 മണിയുടെ ഷോ വരെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവ്യക്ത് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആൾക്ക് എന്താണ് സംഭവം എന്നൊന്നും പിടിയിട്ടിട്ടില്ല. അവൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ മഴയൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പോൾ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ് അവൻ. അങ്ങനെ 8 മണിയുടെ ഷോ കഴിഞ്ഞു. അപ്പോൾ ഇനി 9 മണിക്കുള്ളത്. അപ്പോൾ എന്തായാലും അത്രയും സമയമുണ്ട്. അപ്പോൾ ഞങ്ങളൊന്ന് പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ പുറത്ത് നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഒരുപാട് ഷോപ്പുകൾ കാണാം. മെയിനായിട്ടെല്ലാം ഈ ഫുഡ്, ഡ്രസ്സ് അങ്ങനെയൊക്കെയാണ്. രാത്രി നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ലൊരു ആംബിയൻറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അങ്ങനെ കുറച്ച് നേരത്തെ ഓടിക്കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല ദാഹം തുടങ്ങി. പുറത്ത് നല്ല ഹ്യൂമിഡിറ്റിയാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് ദാഹിക്കാൻ തുടങ്ങി. നമ്മൾ കൊണ്ടുവന്ന വെള്ളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ കാരിഫോറിൽ കയറിയിട്ട് നമ്മൾ കുറച്ച് വെള്ളവും പിന്നെ ചെറിയ ആൾക്ക് ചോക്ലേറ്റും ഒക്കെ വാങ്ങി. സമയം ഇനിയുണ്ട് 9 മണിയാവാൻ വേണ്ടിയിട്ട്. പുറത്താണെങ്കിൽ നല്ല ഹ്യൂമിഡിറ്റി. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് നേരം വണ്ടിയിൽ കയറിയിട്ട് ഇരിക്കാമെന്ന്. ഒരു 8:55 ആവുന്ന വരെ ഞങ്ങളങ്ങനെ വണ്ടിയിലിരുന്നു. ഏകദേശം ഇപ്പോൾ റെയിൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മെല്ലെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വീണ്ടും ഒന്ന് പതുക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ നടന്നു. ശരിക്കും എന്തൊരു നല്ലൊരു വ്യൂ ആണ് കേട്ടോ അവിടെ കാണാൻ വേണ്ടിയിട്ട്. നല്ല ഫുൾ ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമുണ്ട്. ഞങ്ങൾ നേരത്തെ 8 മണിയുടെ ഷോയ്ക്ക് വന്നപ്പോൾ ഈ ബ്രിഡ്ജിലൊക്കെ ഫുള്ള് തിരക്കായിരുന്നു ആൾക്കാരായിട്ട്. ഇപ്പോൾ ആരും കാണാനില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അവിടെ സ്ഥലം പിടിക്കാൻ വിചാരിച്ചു. പിന്നെ മൊത്തത്തിൽ ഇത് വീക്കെൻഡ് അല്ലാത്ത കാരണം തിരക്ക് കുറവുണ്ട് ആൾക്കാരുടെ. പിന്നെ വെക്കേഷനൊക്കെ ആയ കാരണം മൊത്തത്തിലൊരു തിരക്ക് കുറവുണ്ട്.
ഇരുട്ടായ കാരണം കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ആ മരത്തിൻ്റെയൊക്കെ മുകളിൽ കുറേ ബ്ലാക്ക് ട്യൂബുകൾ കാണുന്നില്ലേ, അതിൽ ഹോൾസ് ഇട്ടിട്ടാണ് ഇവർ ഈ ആർട്ടിഫിഷ്യൽ മഴ പെയ്യിപ്പിക്കുന്നത്. ശരിക്കും ഇതൊരു ആർട്ടിഫിഷ്യൽ മഴയാണെന്നുണ്ടെങ്കിലും നമുക്കൊരു ഒറിജിനൽ മഴയുടെ ഫീല് കിട്ടുന്നുണ്ട് കേട്ടോ. മഴ ഏകദേശം സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട്. മഴയുടെ സ്റ്റാർട്ടിങ് തന്നെ ഒരു ഇടി വെട്ടുന്ന സൗണ്ട് മൊത്തത്തിൽ ഇട്ടിട്ടാണ് മഴ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു സ്ഥലം ഞങ്ങൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. പ്രത്യേകിച്ച് അവ്യൂത്ത് അവനൊന്ന് ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട്. മഴയൊക്കെ കൊണ്ടിട്ട് ഓടി കളിച്ച്. ഞങ്ങളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്തിട്ട് ഇനിയും സപ്പോർട്ട് ചെയ്യണം. ബൈ.